കാനഡയിൽ ഗ്രോസറിയുടെ എക്സ്പെൻസുകൾ എങ്ങനെയാണ്, ഏകദേശം എത്ര നമുക്ക് ചിലവ് വരും, അത്യാവശ്യത്തിന് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് എത്ര ചിലവ് വരുന്നുണ്ട്. അപ്പോൾ ഞാനിന്ന് കുറച്ച് ഗ്രോസറി സാധനം മേടിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഒരുവിധ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത സാധനം കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ബില്ലടിക്കുമ്പോൾ ഏകദേശം എത്ര രൂപ ചിലവായും കൂടി നോക്കാം. അപ്പോൾ ഏറെക്കുറെ ഒരു അറിവ് കിട്ടില്ല. നമുക്ക് ബേസിക്കായിട്ട് വേണ്ട കുറച്ച് സാധനങ്ങൾക്ക് ഏകദേശം എത്ര രൂപ വരുമ്പോൾ നമുക്ക് അറിയാം. അപ്പോൾ ഞാൻ അടുത്ത സാധനങ്ങൾ, ഇത് നമ്മുടെ യോഗേർട്ടാണ്, അതായത് ഈ ഫ്ലേവേർഡ് യോഗേർട്ട്. പല ഇതിലിപ്പോൾ എനിക്ക് തോന്നുന്നു 16 ഉണ്ട്, 4 ഫ്ലേവേഴ്സിൽ വരുന്നുണ്ട്. ഒരെണ്ണത്തിന് ഓൾമോസ്റ്റ് 40 കാലോറി വെച്ചിട്ടാണ് വരുന്നത്. ഷുഗർ കണ്ടൻറ്റും കുറവാണ്, 3 ഗ്രാം ഷുഗറുള്ളൂ, അതെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പാസ്ത മേടിച്ചിട്ടുണ്ട്. ഞാൻ ഉടനെ സ്ഥിരം നൂഡിൽസാണ് കഴിച്ചിരുന്നത്. അപ്പോൾ ഈ പാസ്ത വന്നതോടുകൂടി പാസ്തയിൽ നമുക്ക് പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലായ കാരണം ഓൾമോസ്റ്റ് വേണ്ടോ ഒരു 85 ഗ്രാമിൽ വന്നിട്ട് 10 ഗ്രാം പ്രോട്ടീൻ ഇതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് പാസ്ത നൂഡിൽസ് സ്വിച്ച് ചെയ്ത് പാസ്തയാക്കി പകരം. പിന്നെ അതെ നമ്മുടെ നാട്ടിലെ ഓർമ്മയ്ക്കായിട്ട് ഇടയ്ക്ക് ചായയുടെ കൂടെ കടിയായിട്ട് നമ്മുടെ പാർലേജി ബിസ്ക്കറ്റ്. പിന്നെ ഒരു പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് വീറ്റ് ബ്രെഡാണ് ഞാൻ പൊതുവെ മേടിക്കാറ്. അപ്പോൾ വീറ്റ് ബ്രെഡ് ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പാസ്ത കുക്ക് ചെയ്യാനായിട്ട് പറഞ്ഞ പോലെ മാഗി ആകുമ്പോൾ നമുക്ക് മറ്റേ പൊടിയിടാം, പക്ഷേ പാസ്തയിൽ നമുക്ക് ഒരു ഫ്ലേവർ കിട്ടണമെങ്കിൽ ഞാൻ ഇപ്പോൾ റോസ്റ്റഡ് ഗാർലിക് റോളി ഒരു സോസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ബട്ടർ ചിക്കൻ്റെ സോസ് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് പാസ്തയിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫ്ലേവർഫുൾ ആയിട്ടുള്ള സാധനം കിട്ടും. പിന്നെ ഒരു കുഞ്ഞു കൂട് സവാള, ഇതിന് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു, 88 സെൻറ്റേ ഉള്ളൂ. സാധാരണ ഇതിന് $3 വരാറുള്ളതാണ്, 88 സെൻറ്റ് നമുക്കിത് കിട്ടി. അതുപോലെ ഒരു കൂട്, ഇത് ഓൾമോസ്റ്റ് എന്താ പറയുക നമ്മുടെ ഹാഷ് ബ്രൗൺ ആണ്, ഈ നമ്മുടെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുണ്ടാക്കിയൊരു സംഭവം. ഇതിന് ഏകദേശം ഓരോരുത്തർ 100 കാലോറിയാണ് വരുന്നത്. ഇത് ചുമ്മാ നമ്മൾ പറയുന്നത് എണ്ണയിൽ വറക്കണ വേറെ നേരായിട്ട് ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഹെൽത്തി ആയിട്ട് നമുക്ക് സാധനം കഴിക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും റാപ്പിൻ്റെ ഉള്ളോ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ ഉള്ളോ ബർഗർ പോലെ ഉണ്ടാക്കി കഴിക്കാനൊക്കെ അടിപൊളിയാണ്. പിന്നെ നമ്മുടെ ഫ്രോസൺ വെജിറ്റബിൾസ്, ഇതിനകത്ത് കോളിഫ്ലവർ വരുന്നുണ്ട്, പിന്നെ ക്യാരറ്റ്, ബ്രോക്കോളി, ഈ 3 സാധനമാണ് വരുന്നത്. ഇത് ഓൾമോസ്റ്റ് 2 കിലോ ഉണ്ട്. ഇതിനും ഏകദേശം $6 വരണേ. ബ്രെഡിന് നമുക്ക് ഓഫർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് $298 ആണ് ഇതിന് വരുന്നത്. ശരിക്കും $3.5 ആണ് വരുന്നത്. ഇതിന് $10, ഇതിന് ഈ പറഞ്ഞ പോലെ 88 സെൻറ്റ്, ഇതിന് $2 തോന്നുന്നു, ഇതിനും ഈ പറഞ്ഞ പോലെ $5. പിന്നെ ഒരു ഡ്രിങ്ക്, ഇടയ്ക്ക് നമ്മൾ ഈ ഒരെണ്ണ കൊക്കോള സാധനങ്ങളൊക്കെ കുടിക്കായിരുന്നു. ഇപ്പോൾ നമ്മളത് സോഫ്റ്റ് ഡ്രിങ്ക്സ് മാക്സിമം ഒഴിവാക്കി, വല്ലപ്പോഴും എന്തെങ്കിലും പരിപാടി ഒരു മാത്രമേ കഴിക്കാറുള്ളൂ. ഇത് ഇടയ്ക്കൊരു എന്താ പറയുക ഒരു കൊതി തോന്നുമ്പോൾ നമ്മൾ ഇങ്ങനെ സാധനം മേടിക്കും. ഇപ്പോൾ ഇതിന് ആകെ 5 കാലോറി വരുന്നുള്ളൂ, 0 ഷുഗറാണ്. പിങ്ക് ലെമണേഡ് എന്ന് പറഞ്ഞ സാധനം വേണ്ട, എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ള സാധനമുണ്ട്. ഇതിൻ്റെ പല ഫ്ലേവേഴ്സ് ഉണ്ട്, മാംഗോ ഉണ്ട്, പാഷൻ ഫ്രൂട്ടും ഉണ്ട്. അപ്പോൾ ഇവിടെ ഇതും പിന്നെ റെഗുലർ ലെമണേഡ് മാത്രമല്ല, അതുകൊണ്ട് ഞാനിത് മേടിച്ചു. പിന്നെ ഒരു കൂട് മുട്ട, ഇത് 30 മുട്ടയാണ് ഇതിന് വരുന്നത്. ഇതിന് $10 ഇതിൻ്റെ ചാർജ്. അപ്പോൾ 30 മുട്ടയ്ക്ക് $10. ഇത്ര സാധനങ്ങളാണ് നമ്മൾ മേടിച്ചത്. ഇത് നമുക്ക് ബില്ല് ചെയ്ത് വരുമ്പോൾ ഏകദേശം 70 രൂപയാവുന്നു. നമുക്ക് നേരെ പോയി സംഭവം ബില്ല് ചെയ്തിട്ട് നോക്കാം. ഇതാണ്ട് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൻ്റെ ഒരു ഇൻറ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഈ പറഞ്ഞ 2 സൈഡിൽ ഷെൽഫിലും ഫ്രോസൺ ഐറ്റംസ് ആണ് ഇരിക്കുന്നത്. പിന്നെ അവിടെയും ഈ പറഞ്ഞ പോലെ ഒരു 4-5 സെക്ഷൻസ് ഉണ്ട് അപ്പുറം. അത് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു വാക്ക് അറൗണ്ട് കാണിച്ചു തരാം. നമുക്ക് നേരെ പോയി ബില്ലടിക്കാം. അങ്ങനെ ബില്ലടിക്കാൻ പോകണോ ഈ എന്നെ കണ്ണിന് മഞ്ഞളിച്ചൊരു കാഴ്ചയാണ്. നമ്മുടെ ഐസ്ക്രീമുകൾ ഇരിക്കണം. ഈ ഉടനെ ഇപ്പോൾ ചെറിയ രീതിയിൽ ഡയറ്റൊക്കെ നോക്കണം. തന്നെ ഇപ്പോൾ ഐസ്ക്രീമുകൾ നമ്മൾ മാക്സിമം ഒഴിവാക്കും. ഐസ്ക്രീമിൻ്റെ ഒരു റീപ്ലേസ്മെൻറ്റ് പോലെയാണ് ഞാൻ ഈ എന്താ പറയുക ഫ്രൂട്ട് യോഗേർട്ട് എടുത്ത് കഴിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഐസ്ക്രീമിൻ്റെ സെക്ഷൻ കണ്ടു, നമ്മളിങ്ങനെ കണ്ടാസ്വദിച്ച് പോവാം. ഒന്നും മേടിക്കുന്നില്ല. പലതരം ഐസ്ക്രീം പലതരം ഫ്ലേവറിൽ ഇരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു നാൾ നമ്മൾ ഡയറ്റൊക്കെ നിർത്തുന്ന ടൈമിൽ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വിടാം, ബില്ലടിക്കാം. അതുപോലെ ഇതാണ്ടോ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൻ്റെ ഇൻറ്റീരിയർ. ഇവിടെയാണ് നമ്മുടെ പാർലേജി ബിസ്ക്കറ്റുകളൊക്കെ ഇരിക്കുന്നത്. അതിന് ഓൾമോസ്റ്റ് $1.5 വരുന്നുള്ളൂ. അതുപോലെ നമ്മുടെ തേൻ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇത് ഫുഡ് ബേസിക്സ് എന്ന് പറഞ്ഞ സ്റ്റോറിലാണ് ഞാൻ യൂഷ്വലി വരാറ്. എൻ്റെ വീടിൻ്റെ അടുത്ത് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഇതാണ്, 1 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ അതിന് സാധനം മേടിക്കാൻ ഇവിടെ വരാറ്. പിന്നെ ഇവിടെ നമ്മുടെ ഡ്രിങ്ക്സ് സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ നമുക്ക് നാട്ടിൽ നിൽക്കുന്ന പോലെ എന്താ പറയുക ക്യൂലൊന്നും ബില്ലടിക്കണ്ട, നമുക്ക് തന്നെ സെൽഫ് ചെക്കൗട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരു 3-4-5 കൗണ്ടറുണ്ട്. അപ്പോൾ ഈ ഒരു കൗണ്ടറിൽ പോയിട്ടാണ് ഞാൻ ബില്ലടിക്കാൻ പോകുന്നത്. നമുക്ക് തന്നെ സാധനങ്ങൾ സ്കാൻ ചെയ്ത് നമ്മൾ തന്നെയാണ് ബില്ലടിച്ച് പോകുന്നത്. അവിടെ നിന്ന് നമുക്ക് പയ്യെ ഓരോ സാധനങ്ങളായിട്ട് ബില്ല് ചെയ്യാം. നമ്മൾ സാധനം എടുക്കുന്നു, ഇതിൻ്റെ ഒരു QR കോഡുള്ള സൈഡ് ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ കാണിക്കും, ഇതിൻ്റെ പ്രൈസ് സാധനങ്ങൾ കാണിക്കും. ഞാനിത് മൊത്തം സ്കാൻ ചെയ്ത് വീഡിയോ എടുക്കണല്ലേ, ഞാൻ ജസ്റ്റ് ഇത് എല്ലാം സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ പ്രൈസ് ടോട്ടൽ കാണിച്ചു തരാം. നമ്മൾ സാധനങ്ങളൊക്കെ സ്കാൻ ചെയ്ത് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇന്ന് ടോട്ടൽ വന്ന് $53 നമ്മൾ ഇന്ന് ടോട്ടൽ സ്പെൻഡ് ചെയ്ത് സാധനങ്ങൾക്ക്. ഇപ്പോൾ നാട്ടിൽ പൈസ വെച്ച് നോക്കുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു 50, 6, 5 ഒരു 3000-3500 രൂപയ്ക്ക് നമുക്ക് ഇത്ര സാധനങ്ങൾ കിട്ടിയത്. നമ്മൾ നേരെ ഇത് എന്താ പറയുക പേ ചെയ്യാൻ പോവാണ്.
ഇവിടെ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉള്ളത് നമ്മൾ ഈ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ ഇടയ്ക്ക് ചില്ലറ കിട്ടാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കുറച്ച് ഇവിടുത്തെ ചില്ലറകൾ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചില്ലറയിലിടാൻ, ബാക്കി നമുക്ക് കാർഡ് ടാപ്പ് ചെയ്ത് പേ ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ഗ്രോസറിയുടെ എക്സ്പെൻസ് ഏകദേശം മനസ്സിലായല്ലോ. നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ പൈസയ്ക്ക് നാട്ടിലെ എത്ര നാൾ സാധനം മേടിക്കാൻ പറ്റുമെന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി ചില്ലറകൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഇത്ര ചില്ലറയിൽ കൊടുക്കും. നമ്മളിപ്പോൾ ഇതേ ഓൾമോസ്റ്റ് $9 എടുത്ത് നമ്മൾ ചില്ലറയായിട്ട് പേ ചെയ്തു. ബാക്കി നമുക്ക് 44 നമുക്ക് എന്താ പറയുക കാർഡ് ടാപ്പ് ചെയ്ത് പേ ചെയ്യാം. നമുക്ക് ബില്ല് കിട്ടിയിട്ടുണ്ട് ടോട്ടൽ സാധനങ്ങളുടെ വിലയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ മേടിച്ച ഈ സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു മാസം ഏറെക്കുറെ എങ്ങനെയാലും ഓടിക്കാൻ പറ്റും. ഒരു മാസം ഓടില്ല, അങ്ങനെ സാധനങ്ങളില്ല. നല്ല ഏറെക്കുറെ പറയാം. കാരണം എല്ലാ ദിവസവും നമ്മൾ ഇപ്പോൾ നല്ല കുക്കിംഗ് പരിപാടികളില്ല, മിക്ക ദിവസം പുറത്തുനിന്നൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു മാസമൊക്കെ അങ്ങനെ പോയി ഓടും. അപ്പോൾ ഇതാണ് ഒരു ബേസിക് ഗ്രോസറി ചിലവുകൾ. ഞാൻ അപ്പോൾ അധികം സാധനം മേടിച്ചിട്ടില്ല. എല്ലാ സാധനം മേടിച്ച് കഴിഞ്ഞാൽ ഈ പൈസയ്ക്ക് നിൽക്കില്ല. ഗ്രോസറി അത്യാവശ്യം നല്ല എക്സ്പെൻസീവായി തുടങ്ങി ഇവിടെ. അപ്പോൾ എന്താ പറയുക, നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ. നാട്ടിൽ ഗ്രോസറി ചിലവ് എങ്ങനെയാണ്, ഒരു മാസം ഏകദേശം എത്ര വരുന്നു? എനിക്കിപ്പോൾ നാട്ടിലെ സാധനങ്ങളുടെ പൈസ ഒന്നും എനിക്ക് ഓർമ്മയില്ല, ഒരുപാട് നാളായിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ സാധനങ്ങൾ നമ്മൾ തന്നെ കൊണ്ട് അതിൻ്റെ ഉള്ളിൽ പാർക്ക് ചെയ്യണം. നമുക്ക് നേരെ വണ്ടിയിൽ സംഭവങ്ങൾ ലോഡ് ചെയ്ത് പോകാം. അപ്പോൾ അതേ കഴിഞ്ഞ ദിവസം പെയ്ത മഞ്ഞിൻ്റെ സംഭവങ്ങൾ കിടക്കണമുണ്ടോ, എല്ലാവിടെയും മഞ്ഞ് ഇങ്ങനെ കൂട്ടിയിട്ടാണ്. കുറേ സ്ഥലത്തൊന്നും ക്ലീൻ ചെയ്ത് വരണുള്ളൂ. എവിടെയൊക്കെ കുന്നുകൂട്ടിയാണ് മഞ്ഞിട്ടാണത്. നമുക്കിപ്പോൾ സാധനങ്ങൾ ലോഡ് ചെയ്ത് നേരെ വീട്ടിലോട്ട് പോവാം. അങ്ങനെ സാധനങ്ങളൊക്കെ നമ്മൾ വണ്ടിയിൽ ലോഡ് ചെയ്തു. വണ്ടി മഞ്ഞത്ത് ഓടിച്ചിട്ട് മൊത്തം ചെളിയായിട്ടിരിക്കുകയാണ്. ഇവിടെ പൊതുവെ ആൾക്കാർ ചെയ്യുന്ന സംഭവമാണ്. എല്ലാവരും അല്ല, കുറേ പേരൊക്കെ ചെയ്യും. അതായത് സാധനങ്ങൾ കയറ്റി കഴിഞ്ഞാൽ ഈ സംഭവം വെറുതെ പാർക്കിംഗ് ലോട്ടിൽ ഇങ്ങനെ ഉപയോഗിച്ചിട്ട് പോകും. ഇത് പാർക്കിംഗ് സ്പോട്ടിലിട്ട് പോകും. അപ്പോൾ വേറെ ആൾ വരുമ്പോൾ അവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് പാർക്ക് ചെയ്യാനായിട്ടാണ് ഇവിടെ ഡെസിഗ്നേറ്റഡ് ഏരിയ വെച്ചിട്ടുണ്ട്. എന്നാലും കുറേ എണ്ണങ്ങൾ ഇവിടെ ഇട്ടില്ല. ഞാൻ ഓൾറെഡി എടുത്ത സാധനങ്ങൾ അവിടെ കൊണ്ടിട്ടു. ഇവിടെ അങ്ങനെ കിടക്കണ ശരിക്കും ഈ പാർക്കിംഗ് സ്പോട്ട് യൂസബിൾ അല്ല, കാരണം അവിടെ മഞ്ഞ് കിടക്കാണ്. ബട്ട് സ്റ്റിൽ എന്നാലും നമുക്ക് ഈ സാധനം അവിടെ കൊണ്ട് പാർക്ക് ചെയ്തൊരു നന്മ പ്രവൃത്തി ചെയ്യാം. ഇവിടെ ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. മിക്ക എന്താ പറയുക, ഓരോ 1 മണിക്കൂർ കൂടുമ്പോഴൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ വന്ന് ഈ സാധനം എടുത്തുകൊണ്ടേ അവിടെ വയ്ക്കും. അല്ലെങ്കിൽ ഷോപ്പിംഗ് വരുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാനായിട്ട് അവിടെ അത് ഉണ്ടാകത്തില്ല. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഇതാട്ടോ നമ്മൾ വീട്ടിലോട്ട് പോകണ ഈ മഞ്ഞ് കിടക്കണോ, കഴിഞ്ഞ ദിവസം പെയ്തിട്ട് കണ്ടു കഴിഞ്ഞാൽ വെള്ള കളർ മുകളിലെന്തോ വിരിച്ചന പോലെ ഇല്ലേ, പക്ഷെ അത് ആക്ച്വലി മഞ്ഞ് മൂടി കിടക്കണതാണ്. ഡിവൈഡേഴ്സിലൊക്കെ മഞ്ഞ് ഇങ്ങനെ കിടക്കണുണ്ടോ. കുറേ ആൾക്കാരൊക്കെ വിൻ്റർ വൈകി വരും എന്ന് പ്രതീക്ഷിച്ചിട്ട് വിൻ്റർ ടയർ മാറ്റില്ല. അപ്പോൾ ഈ ഫ്രണ്ടിൽ പോണ വണ്ടിയിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ടയേഴ്സ് ഇരിക്കണ കാണാം അതിൻ്റെ ഉള്ളിലായിട്ട്. അങ്ങനെയുള്ള കുറേ പേർക്ക് ഈ പറഞ്ഞ പോലെ ഇതിൽ പണി കിട്ടിയിട്ടുണ്ട് വിൻ്ററിൽ. നമ്മളിങ്ങനെ വീട്ടിലെത്തറായി. ഇവിടെ മരങ്ങളൊക്കെ മഞ്ഞ് വീണുകൊണ്ട് ഒറിജിനൽ ക്രിസ്മസ് ട്രീ പോലെ നിൽക്കണോ, നല്ല രസമല്ലേ. കുറേ ഈ മരങ്ങളിൽ നിലയില്ല. ഇതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി. മഞ്ഞ് ഫ്രോസണായിട്ട് പറഞ്ഞ പോലെ ഐസായി കിടക്കണം. താഴെയൊക്കെ 2 സൈഡിലും നിറച്ച് മഞ്ഞ് കിടക്കണം. വീട്ടിലേക്ക് കയറണ നമ്മുടെ ഡ്രൈവേയിലൊക്കെ മഞ്ഞായിരുന്നു. കുറച്ചൊക്കെ അവിടെ നിന്ന് ഇവിടെ തോണ്ടി ക്ലീൻ ചെയ്തിട്ടുണ്ട്. എന്നാലും അവിടെ ഇവിടെയൊക്കെ ഇപ്പോഴും മഞ്ഞ് കിടപ്പുണ്ട്. ആണ് നമ്മുടെ ഡ്രൈവേ. മഞ്ഞ് കിടക്കണുണ്ടോ. ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കി വണ്ടി കയറ്റിയിടാന്ന് മാത്രം. നമ്മൾ വിൻ്റർ ടയർ ഇട്ടാണ് കാരണം പിന്നെ SUV അതിൻ്റെ അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് സിമ്പിളായിട്ട് കയറിപ്പോണ്ട്. അയ്യോ ഇട്ട് കഴിഞ്ഞപ്പോൾ അവിടുത്തെ നമ്മുടെ സാധനങ്ങൾ ബാക്കിലിരിക്കണം. അപ്പോൾ നമുക്ക് നേരെ റിവേഴ്സ് കയറ്റിയിടാം. അതാകുമ്പോൾ സാധനങ്ങൾ ഇറക്കാൻ ഇച്ചിരി കൂടി എളുപ്പമായിരിക്കും. ഗ്രോസറിയൊക്കെ മേടിച്ച് വീട്ടിലെത്തി. വണ്ടി നമ്മൾ മഞ്ഞിക്കോട്ട് ഇടിച്ച് കയറ്റി ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. വിൻ്റർ ടയർ ഉള്ളതുകൊണ്ട് സിമ്പിളായിട്ട് കയറി പോന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ സാധനങ്ങൾ ട്രങ്കിൽ നിന്ന് നടക്കണമെങ്കിൽ ഇവിടെ കുറച്ച് മഞ്ഞായിരുന്നു. അപ്പോൾ അവിടെ നിൽക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ വിൻ്ററുള്ള മെയിൻ നമ്മുടെ എക്സസൈസാണ് മഞ്ഞ് കോരൽ. നടക്കാനുള്ള വഴി ഒന്ന് കെതറിയിടാനായിട്ട് നമുക്ക് മഞ്ഞൊക്കെ അങ്ങ് മാറ്റിയിടാം. മിക്ക ആൾക്കാരും ഇവിടുത്തെ രാവിലത്തെ വർക്കൗട്ടാണ് മഞ്ഞുള്ള ദിവസം മഞ്ഞ് കോരി ഡ്രൈവേ വൃത്തിയാക്കിയിടാം. അപ്പോൾ അപ്പുറമൊക്കെ വീട്ടിലൊക്കെ കഴിഞ്ഞാൽ ഡ്രൈവേയൊക്കെ നല്ല ക്ലീൻ ആയിട്ട്, ഇവിടെയൊക്കെ നല്ല ക്ലീൻ ആയിട്ട് കിടപ്പുണ്ട്. നമ്മുടെ ഡ്രൈവേ മാത്രം ഇത്ര ഷോക്കായിട്ട് കിടക്കണുള്ളൂ. മൊത്തം നല്ല മഞ്ഞ് പെയ്ത് അടിപൊളി. ഇന്ന് രാത്രി തുടങ്ങി വീണ്ടും മഞ്ഞ് പറഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് 70% മഞ്ഞാണെന്ന് പെയ്യുന്നു പറയണം. ഇന്നും 4 മട്ടൻ്റെ മഞ്ഞ, 3 ദിവസത്തിന് മഞ്ഞ. അപ്പോൾ ഈ പറഞ്ഞാൽ ഇതിൻ്റെ ഡബിളാവും ഇനി മഞ്ഞ്. ബാക്കിയാടൊക്കെ കിടക്കണുണ്ടോ. നമുക്ക് എന്തായാലും സാധനങ്ങളെടുത്ത് വീട്ടിൽ കയറാം. നല്ല തണുപ്പായിട്ടുണ്ട്. കുറേ നേരം പുറത്ത് വന്നു കഴിഞ്ഞാൽ കൈയൊക്കെ ഒരുമാതിരി മറിയിച്ചൊരു. ഞാനാണെങ്കിൽ നിക്കറും സാധാരണ ഒരു കൂട്ടിയിട്ടാണ് വന്നേണേ. അപ്പം നമുക്ക് നേരെ വിടാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.